സീറോ ബഡ്ജറ്റ് മാത്രം പറയല്ലേ ബ്രോ, സഹിക്കാൻ പറ്റത്തില്ല. സാർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ കൊള്ളാന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ. ഒരു തവണ ഒരു കുട്ടി വന്ന് സെൽഫി ചോദിച്ചു. ഭയങ്കര ഗൂസ് ബംസ് മൊമെന്റ്സ് ആയിരുന്നു. സെൽഫി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളിങ്ങനെ സെലിബ്രിറ്റി ആവണമെന്നൊക്കെ അവിടെയൊക്കെയാണ് പാവം ക്യാമറമാൻ. ഇവരുടെ എല്ലാം എടുത്തത് ഞാനാണോ? എല്ലാം പുള്ളി തന്നെ എഡിറ്റിംഗും DOP ഡയറക്ഷൻ സകല കലകല വല്ലവനാണ്. പുറത്തറിയത്തില്ല പുള്ളിക്ക്. എങ്ങാണ് സിനിമയിലോട്ട് വിളിച്ചാലും ഇനി. ആവേശത്തിനൊക്കെ സീറോ ബഡ്ജറ്റ് ആയിരുന്നല്ലേ? സീറോ ബഡ്ജറ്റ് മാത്രം പറയല്ലേ ബ്രോ, സഹിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ആവും. മാർക്കോയ്ക്ക് ആയിട്ടുണ്ട് 10K. നമുക്ക് ആ ഒരു ലഹരി അറിഞ്ഞു തുടങ്ങി. 10 പേര് തിരിച്ചറിയുന്നു, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു. തിരിച്ചറിഞ്ഞില്ല, അവിടെ ഇന്റർവ്യൂവിന് വിളിച്ചേ. പ്രാദേശികമായിട്ടൊക്കെ അത് ഏറ്റവും കൂടുതൽ വൈറൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയൊരു സംഭവം മാർക്കോടെ ആയിരിക്കും. അപ്പം മാർക്കോടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സിനിമാറ്റോഗ്രഫി പഠിച്ച നന്ദു. സിനിമാറ്റോഗ്രഫി അല്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അനിമേഷനാണ് പഠിച്ചത്. എല്ലാത്തിനും മുമ്പ് വരെ പറയുന്നുണ്ടായിരുന്നു. ആണോ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് നടക്കും. ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ഇതിന്റെ വൈബ് എന്താന്ന് മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കത് വളരെ കല്യാണം കഴിഞ്ഞപ്പോ നോക്കി ഇത് കൊള്ളാം പരിപാടി. സാഹചര്യം കൊണ്ട് പേഴ്സ് ചെയ്യാൻ പറ്റാതെ പോയി. പിന്നെ ഞാൻ ലാസ്റ്റ് പോകാൻ നേരത്ത് വീണ്ടും ഈ ചാറ്റുമായിട്ട് നിന്ന് എനിക്ക് ഞാൻ കൊല്ലത്തുനിന്ന് വരുവാ, ഞാൻ ഈ ഒറ്റ വാക്കിന്റെ പുറത്ത് ഞാൻ ഇതിൽ ചാൻസ് തരണമെന്നൊക്കെ പറഞ്ഞു ചാൻസ് ചോദിച്ചു തെണ്ടി എന്ന് പറഞ്ഞ് ആസിഫിന്റെ നമ്പർ കൊടുത്തേക്ക്. ആവേശം എല്ലാ ന്യൂസ് ചാനലെല്ലാം വന്ന് ഞങ്ങളെല്ലാം അതിന് ആഗ്രഹം പ്രകടിപ്പിച്ച് സാർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ കൊള്ളാന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ ഒരു അനക്കമില്ലായിരുന്നു. ഡ്രസ്സ് അത്യാവശ്യം കരുതിക്കോ, നേരെ ആലപ്പുഴയിലോട്ട് വരാൻ പറഞ്ഞു. അന്നേരം ഉണ്ടായൊരു സന്തോഷം. എന്തിനാ വിളിച്ചെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഞാൻ നേരെ കൊണ്ട് ഒരു ഹോട്ടലിലോട്ട് എല്ലാം പറഞ്ഞു. അവിടെ ചെന്നിട്ട് അവിടെ റിസപ്ഷൻ പറഞ്ഞ ഒരു ആക്ടർ വന്നിട്ടുണ്ട്, കീ കൊടുക്കണം. അത് കേട്ടപ്പോ പിന്നെ 10 ദിവസം ഭയങ്കര മൂവി റീക്രിയേഷനിലൂടെ നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു ടീമാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. നന്ദു, പേര് ഞാൻ മറന്നുപോയി, ആവണി, കിഷോർ ആൻഡ് ഹരി. ഓക്കെ, ഇപ്പം ഇനി നിങ്ങളോട് ചേരാൻ എത്ര പേരും കൂടെ ഉണ്ട്? നീ 2 പേരും. ആരൊക്കെയാണ് അവർ? ശ്യാം, വിഷ്ണു. അല്ല, നമ്മൾ നേരത്തെ സംസാരിച്ച പോലത്തെ ഭയങ്കര വൈബൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്ത് സംഭവം? ചോദ്യങ്ങൾ വരുമ്പോൾ ആണോ ഭയങ്കര സീരിയസ് അല്ലേ? പേടിയാണോ? ഓക്കെ, നമുക്കപ്പം വെച്ച് നീട്ടുന്നില്ല. അപ്പം നമുക്ക് ആദ്യമേ കാര്യങ്ങളോട്ട് തന്നെ കിടക്കാം. എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞ് ഈ പരിപാടിയിലേക്ക് കടക്കുന്നത്? ആരായിരുന്നു ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ? ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്തെ ഓഡീഷനൊക്കെ പോയി ഞങ്ങൾക്ക് ഒരു വെബ് സീരീസിലേക്ക് കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പാഷനൊക്കെ ഉണ്ടെന്ന് അറിയാം. എവിടെ ശരിക്കും നിങ്ങളുടെ സ്ഥലമൊക്കെ എവിടെ? ഞങ്ങൾ ഓച്ചിറ, എല്ലാവരും ഓച്ചിറക്കാരെ. അപ്പൊ നാട്ടിൽ ശ്യാം ഞങ്ങളെല്ലാം കോളേജ് ഒരുമിച്ച് പഠിച്ചത്, ഞാനും ഇവരുടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്. ശ്യാമിനും ഈ ഒരു ആഗ്രഹമുണ്ട് സിനിമ. അപ്പൊ ഞങ്ങൾ 3 പേരോട് ഒരു വെബ് സീരീസിന് വേണ്ടി ഒന്നിച്ച്. അതിനുശേഷം നന്ദു ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. നന്ദു ഡയറക്ഷനും DOP ഒക്കെ ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. സിനിമാറ്റോഗ്രഫി പഠിച്ച നന്ദു. സിനിമാറ്റോഗ്രഫി അല്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അനിമേഷനാണ് പഠിച്ചത്. ജാലിൽ പോയി അറിയാതെ പറഞ്ഞു സിനിമാറ്റോഗ്രഫി പഠിച്ചത്. വൈകിട്ട് വഴക്കായിരുന്നു അതിന് അങ്ങനെ പറഞ്ഞതിന്. അവിടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ കോമ്പറ്റീഷൻ വന്ന് ഞാൻ ക്യാമറ എടുത്ത് തുടങ്ങിയതാ, പഠിച്ചെടുത്ത്. പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചെടുത്തു. അല്ല, ഐ മീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സമയത്ത്? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സമയത്ത് ഒരു ഷോർട്ട് ഫിലിമിന്റെ കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം. അത് ഫോണിലാണ് തുടങ്ങുന്നത്. പിന്നെ പയ്യെ ക്യാമറ. അങ്ങനെ എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ തുടക്കം? നന്ദുവും ഹരിയും കൂടെ കണക്ട് ആയി. പിന്നെ ഹരി കണക്ട് ആകുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഞങ്ങളും കൂടെ പോകല്ലോ. അങ്ങനെ ഇവർ ആദ്യമേ റോളക്സിന്റെ റോള് ഇവൻ വീഡിയോ ചെയ്ത്. നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് റോളക്സിന്റെ? റോളക്സിന്റെ. പിന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ള പിന്നെ ചെറിയ ചെറിയ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ വൈറലാകാൻ തുടങ്ങി. അങ്ങനെ ഒരു ടീം അങ്ങ് എല്ലാവരും അങ്ങ് ഇണങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ചെയ്തിരിക്കുന്ന സംഭവം ഏതല്ലേ? ഹിറ്റ്ലർ സിനിമയുടെ. അതെങ്ങനെയായിരുന്നു? എല്ലാവരും നല്ലപോലെ സ്വീകരിച്ചായിരുന്നു?
അത് ഭയങ്കര റീച്ചായിരുന്നു. പെട്ടെന്ന് ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് കയറി, നല്ല അഭിപ്രായങ്ങളും സപ്പോർട്ടും ഒക്കെ ആയിരുന്നു. ഈ ഇങ്ങനെ ഈ അഭിനയവും പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെ റീക്രിയേഷൻ പരിപാടി എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് വൈഫിനെ എങ്ങനെ കൺവിൻസ് ചെയ്തൊക്കെ നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്ത് തുടങ്ങാം എന്നുള്ള സംഭവത്തിലേക്ക് എത്തിക്കുന്നു? ഞാനും വൈഫും ഒരുമിച്ച് ഒരു ക്ലാസ് പഠിച്ച കോളേജ് ലൈഫിൽ. അങ്ങനെയാണ് പിന്നെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ എനിക്ക് പണ്ടേ സിനിമ പ്രാന്തുണ്ടെന്ന് അറിയാം. ആള് നന്നായിട്ട്. എനിക്കും ചെറുതായിട്ട് നമ്മുടെ ഈ ടിക്ടോക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഡബ് സ്മാഷ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ, പക്ഷെ അതൊന്നും റീച്ച് ആയിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പക്ഷെ അതുപോലെ ചെയ്തപ്പോൾ എനിക്ക് അതിനോടൊരു ക്രേസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് അതങ്ങ് ലീവ് ചെയ്തു. അതിനുശേഷം ഇവരുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞപ്പം നല്ലൊരു വൈബാണ്, പൊളിയാണെന്ന് തോന്നി. പിന്നെ അതിലേക്ക് അങ്ങായി. ഞങ്ങളുടെ പ്ലാൻ ചെയ്തു. ജെ ആക്ച്വലി കല്യാണത്തിന് മുന്നേ ഞങ്ങൾ സേവ് ദ ഡേറ്റ് പോലെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അത് സമയക്കുറവ് കൊണ്ടൊന്നും നടന്നില്ല. ഇവനെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടഫ് ആയിട്ടുള്ള രീതിയിലുള്ള ഫ്രെയിം വേണം, അങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് കിടക്കുന്ന ആളാണ്. ജെ പറഞ്ഞ ഭയങ്കര സിമ്പിളാണ്. അത് ഷൂട്ട് ചെയ്തതിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് അതിനാണ്. ഫൈറ്റ് സീനല്ലേ, ഓരോ കട്ട് ഷോട്ട് എടുത്ത് ഒരു ദിവസം ഷൂട്ട് ചെയ്യേണ്ട സാധനം 2 ദിവസത്തേക്ക് നീട്ടി. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു സീരീസ് സാധനങ്ങൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ വൈറൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയൊരു സംഭവം മാർക്കോടെ ആയിരിക്കും. അപ്പം മാർക്കോടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, ആവേശമുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ശരിക്കും അതാ ഈ ഒരു മൂവിയുടെ ഒരു പർട്ടിക്കുലർ സീൻ റിക്രിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? ഇപ്പൊ സാധാരണ നമുക്കൊരു സാധനം ചെയ്യണം തോന്നുമ്പോൾ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് കഥ എഴുതാമെന്നൊക്കെ ആയിരിക്കും നമ്മുടെ പൊട്ടപ്പുത്തിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് നേരെ തിരിച്ച് അല്ല, എന്താ പിന്നെ സിനിമ ചെയ്തതുപോലെ തന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാന്നുള്ള ആ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞ എവിടെ നിന്നുണ്ടാകും? മാർക്കോടെ അല്ല, മൊത്തത്തില് നമുക്ക് സിനിമ മൂവി അല്ലെങ്കിൽ അത് റിക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വരുന്നത്. ഇപ്പൊ ഇവന് ആ റോള് ഭയങ്കര ഇഷ്ടമായിരുന്നു. റോളക്സ് ചില ക്യാരക്ടറൊക്കെ നമുക്ക് ഇഷ്ടപ്പെടില്ല, അതുപോലെ ഒന്ന് ചെയ്താൽ. ഇപ്പൊ ഡബ് സ്മാഷ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനല്ലേ, സമയത്ത് ഡബ് ചെയ്യൂല. അപ്പം ഈ റോളക്സ് ഇറങ്ങിയപ്പോൾ അതിന്റെ ഒരു എന്തുവാ ഫ്രെയിമൊക്കെ വെച്ച് അങ്ങനെ തന്നെ ആ റോളൊക്കെ ചെയ്ത് റീക്രിയേറ്റ് ചെയ്താലും ആദ്യം ഇവനാണ് മനസ്സിൽ തോന്നിയത്. അപ്പൊ റോളക്സ് അതേ ഔട്ട്പുട്ട് അതുപോലെ ഇവന്റെ ഭാഗത്തുനിന്ന് കിട്ടാനും തുടങ്ങി. എഡിറ്റിംഗിലായാലും എല്ലാം പുള്ളി തന്നെയായിരുന്നു. എഡിറ്റിംഗും DOP ഡയറക്ഷനിലും പുറത്തറിയത്തില്ല പുള്ളിക്ക്. എങ്ങാണ് സിനിമയിലോട്ട് വിളിച്ചാലും ഇനി സിനിമയിലൊന്നും വിളിച്ചാൽ പോകത്തില്ല. സ്വന്തമായിട്ട് സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഇല്ലേ അല്ലേ? അങ്ങനെ റോളക്സ് നല്ല ഔട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓരോരുത്തർക്ക് മെയിൻ ആവണം എന്നുള്ള രീതിയിലുള്ള ഓരോ സാധനങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആവേശം പ്ലാൻ ചെയ്തു, പിന്നെ അങ്കമാലി, പിന്നെ ഇവൻ എന്തെങ്കിലും ഇവന്റെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഡയറക്ടർ ഇവൻ പ്ലാൻ ചെയ്തുകൊണ്ടുവരും, ഞാൻ അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഓരോരുത്തരൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ പോയി. ഇപ്പം നിങ്ങളിപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളിപ്പം കുറച്ച് നല്ല ചൂസി ആയിട്ടാണ് നിങ്ങൾ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ സിനിമകളുടെയും അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സീൻ നിങ്ങളെടുത്ത് റീക്രിയേറ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ക്യാച്ചി ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ സംഭവം വൈറലാവാൻ പറ്റുമെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ ആരാണ് ചൂസ് ചെയ്യുന്നത്? ആരെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്? എന്ത് ചൂസ് ചെയ്താലും ഇവനെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്. ഇവൻ കേട്ടിട്ട് ഇവൻ ഓക്കെ പറഞ്ഞ ഇവൻ നോക്കാം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ചെയ്യത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ അത് കേൾക്കുമ്പോൾ തന്നെ ഇത് ചെയ്യാം എന്ന് പറയുമ്പോൾ ചാടി വീഴുവാണെങ്കിൽ ചെയ്യുമെന്ന് ഉറപ്പാണ്. പിന്നെ ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്ന കോമഡിയാണ്. കോമഡി എല്ലാവരും കാണാൻ ഇഷ്ടമല്ലേ, പെട്ടെന്ന് റീച്ച് ആവാൻ സാധ്യത. ഞാൻ കോമഡി. ഇവൻ പക്ഷെ ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ബ്ലഡ് സ്റ്റാർ. ഇവന് അഭിനയിക്കണമെങ്കിൽ ഇവന് ചോര തേർത്ത് വീഴണം, ചോര തെറിക്കണം, എല്ലാവരെയും 10 വരെ ഇടിച്ചിടണം, സ്ലോ മോഷൻ നടന്നു സംഭവങ്ങളൊക്കെ വേണം. ഒരു മിനി അർണോൾഡിനെയാണോ ഈ കാണും? ഇമോഷണൽ ചെയ്യും കേട്ടോ, എല്ലാം ചെയ്യാൻ ഇഷ്ടം. ഇപ്പം മാർക്കോ ആയാലും ആവേശമായാലും അത് നിങ്ങൾ നല്ല ഡീറ്റെയിൽ പിടിച്ചാണല്ലോ ഈ സംഭവങ്ങൾ രണ്ടും ചെയ്തിരിക്കുന്നത്. ഇപ്പം ജയജയിലായിക്കോട്ടെ എല്ലാം നല്ല ഡീറ്റെയിൽ പിടിച്ചാണ്. അപ്പം ശരിക്കും ഇതിൻ്റെ ഒരു കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അത് എല്ലാവർക്കും അറിഞ്ഞാൽ കൊള്ളാമെന്ന് മനസ്സിലാവും. നിങ്ങൾ ഭയങ്കര മാസീവായിട്ട് സാധനങ്ങൾ ചെയ്യുമ്പോഴും അത് കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നുന്നു. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എത്രത്തോളം? കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറയിലും എഡിറ്റിങ്ങിലും നമ്മളൊരു കറക്റ്റ് ഒരു പ്രൊഫഷണലിനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചിലവിൽ വരും. നമുക്കതില്ല. ഓൾറെഡി ക്യാമറ എഡിറ്റിങ് ഡയറക്ഷൻ എല്ലാം നന്ദു തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയൊരു കോസ്റ്റ് ഒഴിവായി. പിന്നെ ലൊക്കേഷനാണ്. ലൊക്കേഷൻ വർക്ക് ചെയ്യുന്ന 29 ഗ്യാരേജ് ഗ്യാരേജ് നമ്മുടെ സ്വന്തം ലൊക്കേഷന്. അവിടെ എന്ത് വേണം ഈ മാർക്കോയ്ക്ക് അവിടെ ഫുള്ള് ഞങ്ങൾ തീയിട്ട്. അപ്പൊ മൊണീക്കയുടെ സെയിം ലൊക്കേഷൻ. അവിടെ തന്നെയാണോ? മാർക്കോ ഈ ഗ്യാരേജ് ഒക്കെ തീയിട്ട് നശിപ്പിച്ചത് നിങ്ങൾക്ക് പ്രശ്നമില്ലേ? അല്ല, മുകളിൽ നല്ല സപ്പോർട്ടാ. അവര് നിൽക്കുകയാണല്ലോ തീയിട്ടത്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ഭയങ്കര സപ്പോർട്ടാ. മോണിക്ക ചെയ്ത കുട്ടി ഈ ശ്യാം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്യാമിന്റെ വൈഫാണ്. വൈഫാണ്. നമ്മളെല്ലാം
ഫാമിലി എല്ലാം ഒരുമിച്ച് കഴിക്കും. ഫാമിലി ഇനി പിള്ളേരാകുമ്പോ അവരെയും കൂടെ ചേർത്ത് ചെയ്യണം. തീർച്ചയായിട്ടും. ഓക്കെ. എന്നിട്ട് കോസ്റ്റിന്റെ പരിപാടി പ്രത്യേകിച്ച് ഈ മാർക്കോയ്ക്കുള്ള കുറച്ച് ട്രാവലിങ്ങിനും പിന്നെ കുറച്ച് സാധനങ്ങള് പെട്രോളിന്റെ ഒക്കെ പെട്രോൾ അങ്ങനെയൊക്കെയുള്ള ചിലവ്. ഏറെക്കുറെ നിങ്ങൾ എത്ര രൂപ പൊട്ടിക്കും? ആവേശത്തിനൊക്കെ 0 ബഡ്ജറ്റ് ആയിരുന്നല്ലേ? ഫുഡിന്റെ ഒക്കെ ഫുഡിന്റെ മാത്രമേ ഉള്ളൂ. 0 ബഡ്ജറ്റ് മാത്രം പറയല്ലേ bro. ആ, സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയില്ല. 0 ബഡ്ജറ്റ് എന്തെങ്കിലുമൊക്കെ ആവും. മാർക്കോയ്ക്ക് ആയിട്ടുണ്ട് 10 ഒരു 10K എനിക്ക് ആയിട്ടുള്ള എന്നാലും അത്ര ആയിട്ടുള്ളൂ. അതെന്തോ അതിനകത്തൊരു നമുക്ക് ഒരു 4000 വന്നേക്കുന്ന പെട്രോളാ. കത്തിക്കാനുള്ള പ്രൊഡ്യൂസർ നമ്മുടെ ഫ്രണ്ട് തന്നെ സ്റ്റെഫിൻ, ട്രാവലിന്റെ അവനാ പ്രൊഡ്യൂസ് ചെയ്തത്. കത്തിക്കാനുള്ള പെട്രോൾ അല്ല, ഞാൻ ഉദ്ദേശിച്ച വാഗമൺ പോയ പെട്രോൾ, പെട്രോൾ കാറിനകത്ത് അടിച്ച പെട്രോൾ. ഓക്കെ ഓക്കെ. മറ്റേ ബാക്കി അല്ലാതെ സാധനം എല്ലാം വാങ്ങിച്ചൊരു 6000 രൂപ. ബാക്കി 10K ആയിട്ടുള്ളൂ അല്ലേ? ഹരി അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഫസ്റ്റ് ടൈം ഞങ്ങളൊരു ബഡ്ജറ്റ് നോട്ട് ചെയ്യുന്നത്, ചെറിയ സാധനങ്ങൾ വരെ നോട്ട് ചെയ്ത് വെച്ച് എത്ര ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് 10K ആയിട്ടുള്ളൂ. നമുക്ക് ഫുഡിന്റെ എല്ലാം മാത്രമേ ഉള്ളായിരുന്നു ആവേശത്തിന് അല്ലേ? ബാക്കി എല്ലാം ഞങ്ങൾ സാധനങ്ങളെല്ലാം തരാൻ ആളുണ്ട്. വരുന്ന ക്രൗഡിനെയൊക്കെ ഇപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും? ഫ്രണ്ട്സാ. എല്ലാ ഫ്രണ്ട്സ് അല്ലേ? മാർക്കോയിലായാലും ആവേശത്തിലായാലും എല്ലാം ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാരെ. ഇതിനു വേണ്ടി ഫ്രണ്ട്സ് ഉണ്ട്. ഇതിനോട് ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നമ്മളോട്ടൊപ്പം നല്ല കണക്ഷനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ എന്തിനു വേണമെങ്കിലും അവർ വരാൻ റെഡിയാ. അങ്ങനെ ചെയ്യുന്നേ. ഓക്കെ. ഇനിയിപ്പോൾ എന്താ അടുത്ത പ്ലാൻ? അതായത് ഇപ്പം അടുത്തൊരു പടം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും മനസ്സിലുണ്ടോ? റീക്രിയേഷനൊക്കെ ഒരുപാട് പ്ലാൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു കണ്ടന്റ് ചെയ്യണമെന്നാണ്. കിടന്ന് വേളവാ എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യണം. ഞാൻ കുറെ നാളായിട്ട് പറയുന്നുണ്ട്. അത് നല്ലൊരെണ്ണം തന്നെ ചെയ്യണം. നല്ലൊരു ത്രെഡ് കിട്ടിയാലേ ചെയ്യുന്നുള്ളൂ. അല്ല നമ്മൾ ചുമ്മാ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും. കാരണം ഇപ്പം നിങ്ങളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യും ആളുകൾ. കാരണം നിങ്ങളിപ്പോൾ സിനിമ പോലെ സാധനം നിങ്ങൾ ഇത്രയും സിമ്പിൾ ആയിട്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് നിങ്ങൾ പീസ് ഓഫ് കേക്ക് പോലെ സാധനം ചെയ്തിട്ട് നിങ്ങൾ സ്വന്തം ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും അതിനുള്ള പ്ലാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണോ? എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് ഞങ്ങളിങ്ങനെ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ക്രിപ്റ്റിനെ പറ്റി. ഒരു ഫീൽ ഗുഡ് മോഡൽ കോമഡിയൊക്കെ ആയിട്ട് പോയിട്ട് വലിയൊരു ത്രില്ലിലേക്കൊക്കെ പോകുന്ന രീതിയിലൊക്കെ ഉള്ള സാധനം പ്ലാൻ ചെയ്യണമെന്നാണ് ആഗ്രഹം. നല്ലൊരു എല്ലാം വിളമ്പ് എല്ലാം അടങ്ങുന്ന ഒരു സാധനം. എല്ലാം വേണം. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ അൾട്ടിമേറ്റ് സിനിമാ പ്രാന്തനായിരിക്കും ഞാൻ. അത് അങ്ങനെ ചോദിച്ചാൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭയങ്കര ആവണി കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ തിരുവനന്തപുരത്തായതാണ്. മുന്നേ ഉണ്ടായിരുന്നു. But എന്റെ സാഹചര്യം കൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ നോക്കി ഇത് കൊള്ളാം പരിപാടി. കൊള്ളാം. കൊള്ളാലോ. സാഹചര്യം കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. പിന്നെ നമ്മളെയൊക്കെ സൈഡാക്കിയില്ലേ? എന്നെ അവരെ സൈഡാക്കി. സൈഡാക്കിയാണ്. ഇടയ്ക്ക് സൈഡാക്കി ഫ്രണ്ട് കയറി. കറക്റ്റ് അത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വന്ന് വീട്ടിലേക്ക് വന്ന് കയറിയ ആൾക്ക് കറക്റ്റായിട്ട് ആ സിനിമയിലെ പാഷനും കിട്ടുന്നുണ്ട്. നിങ്ങളുമായിട്ട് കറക്റ്റ് യോജിച്ചു പോകും. ഇപ്പോൾ സാധാരണഗതിയിലൊക്കെയാണ് വേണം ആളുകൾ പറയുന്ന സിനിമ എന്ന് പറഞ്ഞ് നടക്കലെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾക്ക് അത് രണ്ടുപേർക്ക് ആ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. കല്യാണത്തിന് മുമ്പ് വരെ പറയുന്നുണ്ടായിരുന്നു. ആണോ? സിനിമ ഷൂട്ടിംഗ് പറഞ്ഞ് ഞങ്ങൾ നടക്കും. ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ഇതിന്റെ വൈബ് എന്താന്ന് മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ മെയിനായി നടക്കുക. അതെ, ഇപ്പൊ മെയിൻ ആണ് നടക്കുന്നത്. ഇപ്പൊ ഞാൻ ഓരോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇവന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ജെ അപ്പൊ സ്വന്തം ഐഡിയ ആണെന്ന് തോന്നുന്നല്ലോ. ജെ അപ്പൊ സ്വന്തം ഐഡിയ ആണെന്ന് തോന്നുന്നല്ലോ. അല്ലല്ല, രണ്ടിടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് രണ്ടെണ്ണൊക്കെ അല്ലാതെ നൈസിന് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര പാടായിരുന്നു. ഇത്ര നാൾ ഇതിൽ അതെ. ഏറ്റവും കഷ്ടപ്പെട്ടത് പക്ഷെ റൂമിലാണെങ്കിൽ വലിയ ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. എനിക്ക് കാണുന്ന എടുത്ത സ്ഥലവും ഇച്ചിരി സ്പേസും കുറവായിരുന്നു. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു വർക്ക് ചെയ്യാൻ. ഫൈറ്റ് ഒരാഴ്ച ശരീരം വേദനയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അതെ, ഭയങ്കര കഷ്ടപ്പെട്ടു. പ്രോപ്പർ ക്യാമറയും അങ്ങനെ ഹാൻഡ് ഹെൽഡും ഗിംബലും അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണോ അതോ ജസ്റ്റ് ഫോൺ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്? ഫോണിലൊന്നും എടുത്തില്ല. ക്യാമറ എല്ലാം ക്യാമറ. ഫോണിലുണ്ട്. പണ്ടൊക്കെ ഫോണിലായിരുന്നു. ക്യാമറ ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ക്യാമറയാണോ അദ്ദേഹത്തിന്റെ സ്കില്ലിനാണോ? സ്കില്ലിലാണ് ഡിവൈസ് എന്താണേലും സ്കില്ലുണ്ടെങ്കിൽ പിടിക്കാൻ പറ്റും. ഏതാ കൂടുതൽ താല്പര്യം ചെയ്യാനായിട്ട്? ഇങ്ങനെ കുറച്ച് ഈ കുറച്ച് ത്രില്ല് അല്ലെങ്കിൽ കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ പോലത്തെ സാധനങ്ങൾ ചെയ്യാനാണോ കൂടുതൽ താല്പര്യം? എനിക്കും ആക്ഷന്. എന്താ? ഞാനും ഹരിയുടെ വൈബ. ആക്ഷന് ബ്ലഡ് സ്റ്റാറിന്റെ വേറൊരു വൈബ. ഇപ്പൊ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സംഭവങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതും റീക്രിയേഷൻ പരിപാടികളെല്ലാം ചെയ്യുന്നത് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ്. തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെ. എല്ലാവർക്കും സിനിമ സ്വന്തമായിട്ട് ഈ ടീമിന് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരാളത് ഏറ്റെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സ്റ്റെപ്പ് കാണിക്കണം. അപ്പൊ അതിനുള്ള പരിശ്രമത്തിലാണ്. അതാണ് ഈ ഷോർട്ട് ഫിലിം ഒക്കെ അതിന്റെ ഭാഗമാണ്. ഓക്കെ. അപ്പൊ എത്ര നാളായി ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള പിന്നിലെ ഒരു യാത്ര വർഷങ്ങളായിട്ടുണ്ട്. അതൊരു നിത്യ ആവേശമില്ലായിരുന്നു ആർക്ക്. പക്ഷെ കുറച്ച് പേരൊക്കെ അറിയാൻ തുടങ്ങി, അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെറിയൊരു വൈബൊക്കെ പിടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരാവശ്യം ഉണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കൊണ്ട് റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എല്ലാവർക്കും സിനിമ പ്രാന്തുണ്ട്. എല്ലാവർക്കും പ്രാന്ത് മാത്രം കിട്ടിയിട്ടില്ലേ, ഫോട്ടോ എടുക്കണല്ലോ നമ്മള്. അതനുസരിച്ചുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി എടുക്കാൻ തയ്യാറാ എന്ത് രീതിയിലായാലും. പിന്നെ നമുക്ക് ആ ഒരു ലഹരി അറിഞ്ഞു തുടങ്ങി. 10 പേര് തിരിച്ചറിയുന്നു, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു.
തിരിച്ചറിഞ്ഞില്ല, അവിടെ ഇന്റർവ്യൂവിന് വിളിച്ചേ. പ്രാദേശികമായിട്ടെങ്കിലും ഞങ്ങൾ അതെ, തീർച്ചയായിട്ടും. നാട്ടിലൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയാ പോകുന്നത് നിങ്ങളെയൊക്കെ? സിനിമാടാന്ന് വിളിച്ചാണോ പോകുന്നത്? കറക്റ്റ് ഡയലോഗ് എല്ലാം നമ്മളെല്ലാം വിളിക്കും. ക്യാരക്ടറിന്റെ പേര് വെച്ച് വിളിക്കും. ഒരു തവണ ഒരു കുട്ടി വന്ന് സെൽഫി ചോദിച്ചു, ഭയങ്കര ഗൂസ് ബംസ് മൊമെന്റ്സ് ആയിരുന്നു. സെൽഫി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളിങ്ങനെ സെലിബ്രിറ്റി ആണോ അവിടെയൊക്കെയാണ് പാവം ക്യാമറമാൻ. ഇവരുടെ എല്ലാം എടുത്തത് ഞാനാണോ? ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു, ഇവന്റെ എടുത്തില്ല, ഞങ്ങൾ മാത്രം എടുത്തോണ്ട് പോയി. ഈ കാണുന്ന ഇങ്ങനെ നോക്കുന്നുണ്ടോ നേരിട്ട് എന്നെ വിളിക്കുന്നില്ല. കൊള്ളാം. അപ്പം ഇതുവരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ടോ? ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു? കഥ ഇന്നുവരെ എന്ന് പറയുന്നൊരു ബിജു മേനൻ, മേറ്റിൽ ദേവ്, നിഖില വിമലിന്റെ മേപ്പടിയന്റെ ഡയറക്ടർ ഇല്ലേ വിഷ്ണു മോഹൻ, പുള്ളിക്കാരന്റെ. എങ്ങനെയൊക്കെ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്? മേപ്പടി ഇറങ്ങിയ സമയത്ത് പുള്ളിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി നോക്ക് അടുത്ത സിനിമയുടെ അപ്ഡേറ്റ്സ് വരുമ്പോൾ മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞു. ഞാനത് മറന്നിട്ടില്ല, ഞാൻ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഒരു ദിവസം പുള്ളിക്കാരൻ ഒരു പൂജയുടെ ഇൻവിറ്റേഷൻ ഇട്ടു ഫേസ്ബുക്കിൽ. ഞാൻ നേരം കണ്ട് നാളെ രാവിലെ പൂജ എറണാകുളം അഞ്ചുമന ക്ഷേത്രത്തിൽ. പുള്ളിക്ക് എന്നെ ഓർമ്മ പോലും ഇല്ല. ഞാൻ രാവിലത്തെ ട്രെയിന് കായംകുളത്ത് നിന്ന് കയറി നേരെ ചോദിച്ചൊന്നുമില്ല, നേരെ അങ്ങ് പോയി. ഒന്നും ചോദിച്ചില്ല, നേരെ ചെന്ന് നേരിട്ട് പറയാന്ന് വിചാരിച്ചു. ബാക്കി നേരെ ചെന്നപ്പോ അവിടെ ആരും എത്തിയിട്ടില്ല. ഞാൻ ആദ്യം എത്തിയ അമ്പലത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തെ ഓരോ നടന്മാർ ഉണ്ണിമൂത്തം വരുന്നുണ്ട്, നിഖില വിമല്, ഡയറക്ടർ വന്നു. ഡയറക്ടർ വന്നപ്പോ ഞാൻ പഴയ ചാറ്റിന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തോണ്ട് പോവാ. അപ്പൊ സാറേ എനിക്ക് പണ്ട് ചാൻസ് തരാന്ന് പറഞ്ഞേ. നീ നോക്കിട്ട് സമയമില്ല, ഞാനൊന്ന് ഇതെല്ലാം കഴിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓർമ്മ പോലും ഇല്ല. പിന്നെ ഞാൻ ലാസ്റ്റ് പോകാൻ നേരത്ത് വീണ്ടും ഈ ചാറ്റുമായിട്ട് ചെന്ന് ഞാൻ കൊല്ലത്തുനിന്ന് വരുവാ, ഞാൻ ഈ ഒറ്റ വാക്കിന്റെ ഓർത്താന്ന് ഞാൻ എന്തെങ്കിലും ചാൻസ് തരണമെന്നൊക്കെ പറഞ്ഞു. ചാൻസ് ചോദിച്ചു തെണ്ടി എന്ന് പറഞ്ഞ ആസിഫിന്റെ നമ്പർ കൊടുത്തേക്ക്. അല്ല, അസോസിയേറ്റ് ഡയറക്ടർ നമ്പർ കൊടുത്തേക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാൻ വെച്ചോ എന്നെ ഒഴിവാക്കിയത്. നമ്പർ കൊടുത്ത് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളിനെ വിളിച്ച് പറഞ്ഞാ കാസ്റ്റിംഗ് കഴിഞ്ഞു, നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നേരത്തെ കോൺടാക്ട് ചെയ്യണ്ടായിരുന്നു. കാസ്റ്റിംഗ് കഴിഞ്ഞ് മറ്റന്നാൾ ഷൂട്ട് തുടങ്ങും, ഇപ്പോഴാണോ വരുന്നത്? നോക്കട്ടെ. എന്റെ ഭാഗ്യത്തിന് ഞാൻ ചെയ്യുന്ന റോള് ചെയ്യുന്ന ശിവ ഹരിഹരൻ എന്ന് പറഞ്ഞ് നമ്മുടെ ജിഗാനിലൊക്കെ ഉള്ള ആക്ടർ. പുള്ളി പിന്മാറി വേറൊരു പ്രോജക്റ്റിന് വേണ്ടി. വേറെ ഒരു വെബ് സീരീസ് ഉണ്ട്, രഞ്ജി പണിക്കാരുടെ മോന്റെ ഒരു വെബ് സീരീസ് ഇറക്കി ആലപ്പുഴയായിരുന്നു ഷൂട്ട്. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഷൂട്ട് തുടങ്ങുന്ന തലേന്ന് എനിക്കൊരു കോൾ അറിയാതെ നമ്പറിൽ ഇങ്ങനെ ഇത് എൻ്റെ പേര് അനീഷ് എന്നാണ്. അനീഷ് എന്നും പറഞ്ഞൊരു ചേട്ടൻ സുജി എന്ന് പറഞ്ഞ വിൽക്കാൻ 10 ദിവസം ഷൂട്ടുണ്ട്, ഡ്രസ്സ് അത്യാവശ്യം കരുതിക്കോ, നേരെ ആലപ്പുഴയിലോട്ട് വരാൻ പറഞ്ഞു. അന്നേരം ഉണ്ടായൊരു സന്തോഷം. എന്തിനാ വിളിച്ചതെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഞാൻ നേരെ കൊണ്ടുവന്നിട്ട് ഒരു ഹോട്ടലിലോട്ടെല്ലാം പറഞ്ഞു. അവിടെ ചെന്നിട്ട് അവിടെ റിസപ്ഷൻ പറഞ്ഞ ആക്ടർ വന്നിട്ടുണ്ട്, ടീ കൊടുക്കാൻ. അത് കേട്ടപ്പോ പിന്നെ 10 ദിവസം ഭയങ്കര ആദ്യത്തെ സിനിമ അവിടെ ഉണ്ടാവുന്നത് ഏത് വർഷമായിരുന്നു? 2023. അപ്പൊ സിനിമാ പ്രേമികൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചു, ഇത് അടിപൊളി ഒരു നമ്പരാ. നേരെ പൂജ വരുന്ന സമയത്ത് ഡയറക്ടറിനെ വിളിക്കുക, കോൺടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നേരെ പൂജയ്ക്ക് അങ്ങ് പോവുക, എന്നിട്ട് അവിടെ ചെന്ന് ചാൻസ് ചോദിക്കുക, പിന്നെ വിളിക്കാനും പിടിക്കാനും നിൽക്കരുത്. പക്ഷേ ആ ടീമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. അതിനുശേഷം എൻ്റെ ആവേശം വൈറലായി. അപ്പോൾ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് എന്നെ ക്ഷണിച്ച് സ്റ്റേജിലേക്ക് കയറ്റി ഈ സാധനം LED ബോളിലൊക്കെ ഇട്ട് എല്ലാരെയും കാണിച്ച് എല്ലാ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ അംഗീകാരമൊക്കെ കിട്ടി. പിന്നെ ഇപ്പോഴും ഡയറക്ടറായിട്ട് നല്ല സൗഹൃദമുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇത്ര റീലുകൾ ഭയങ്കര വൈറലാവുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ടേഴ്സിന്റെ ഒക്കെ കമന്റ് സെക്ഷനോ അല്ലെങ്കിൽ അവരുടെ മെസ്സേജുകളോ അങ്ങനെയൊക്കെ വരാറുണ്ടോ? പിന്നെ അതുപോലെ ഫഹദിന്റെ വല്ലതും കിട്ടാൻ സാധ്യത? ഫഹദിന്റെ പൊടി പോലും ഇല്ലായിരുന്നു. ആവേശം എല്ലാ ന്യൂസ് ചാനലെല്ലാം ഞങ്ങളെല്ലാം അതിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഫഹദ് സാർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ കൊള്ളാന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ ഒരു അനക്കമില്ലായിരുന്നു. പിന്നെ ഡയറക്ടേഴ്സ് ഒക്കെ അഭിലാഷ് ജോഷി പുള്ളിക്കാരൻ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതിനെ കൊത്തയുടെ ചെയ്ത സമയം? കൊത്തയുടെ ചെയ്തായിരുന്നു. എന്താ അറിയില്ല. അതെന്തോ കമന്റില് പുള്ളിയെ വേറെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ കൊത്ത സിനിമ കുറച്ച് ഡിഗ്രേഡ് ചെയ്യുന്ന ടൈം വിവാദമാവുന്ന കഴിച്ച് ടെൻഷനായി. ഞാനോട് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ ഇവന് ടെൻഷനായി. അവൻ എന്ത് പറയാൻ അങ്ങോട്ടാ പോകുന്നത്. സത്യം പറയാ, അത് ആ പുള്ളിക്കാരൻ വന്ന് കമന്റ് ഇട്ട്. അപ്പൊ കൊത്ത സിനിമയ്ക്ക് കുറച്ച് ഡിഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരോടെ പുള്ളിക്ക് കമന്റ് ഇട്ട് ഇങ്ങനെ വേണം സ്വയം, തീർച്ചയായിട്ടും സ്വയം പോയിട്ടല്ല നടന്ന കാര്യമില്ല പറഞ്ഞു. അത് പുള്ളിക്ക് കുറെ കമന്റ് ഇട്ട് ഇങ്ങനെയാണോ സിനിമ എടുക്കാണ്ട് പിള്ളേർ ഇത് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണോ പുള്ളി ഡിഗ്രേഡ് ചെയ്യുന്നത്. നമുക്ക് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം എല്ലാ സിനിമയും ഒരു എഫേർട്ട് ആണല്ലോ. അതെ, പിന്നെ അത് നമ്മൾ ഈ ചെറിയൊരു സാധനം ചെയ്യാനിടുന്ന എഫേർട്ട് അപ്പോൾ ഒരു വലിയ സിനിമ എടുക്കുന്നതിന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പൊ അങ്ങനെ കുറെ ഡിഗ്രേഡിങ് ഉള്ള കമന്റ് വന്നപ്പോഴത്തേക്ക്
കമന്റ് പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ ആദ്യം ഹരിയൊക്കെ കണ്ട് രോമാഞ്ചം കൊണ്ടിരിക്കുവായിരുന്നു. പിള്ളേര് ഇങ്ങനെ പിള്ളേരെടുക്കുന്ന അടിയിലെന്നൊക്കെ വെച്ചപ്പോഴത്തെ അന്ന് ഭയങ്കര കഥ അടിച്ചു നടന്നേ. കണ്ടോ കമന്റ് വന്നിട്ടോ? കണ്ടോ ഇത് സിനിമയിലോട്ട് കേറിയാ മതിയെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഒരു ഡ്രീം പ്രോജക്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രീം പ്രോജക്റ്റ് ഉള്ള ഒരു സാധനം നിങ്ങൾക്ക് ഭയങ്കര ടൈം എടുക്കേണ്ട, അല്ലെങ്കിൽ അത്രയും സമയം എഫേർട്ടൊക്കെ വേണ്ട ഒരു സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്നു? എനിക്ക് എക്സ്ട്രാക്ഷൻ കണ്ടിട്ട് അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാര്യമുണ്ടല്ലോ, ഞാൻ ഹരിയായിട്ട് പോയിക്കോട്ടൊക്കെ പ്ലാൻ ചെയ്തേ അത്. പക്ഷെ ഇതുവരെ നടന്നില്ല. ലൊക്കേഷൻ ഫുള്ള് മറ്റേ സിംഗിൾ ഷോട്ട് ഒരു സിംഗിൾ ഷോട്ട് അതിനകത്ത് മണ്ണകത്ത് ഉണ്ടല്ലോ സിംഗിൾ ഷോട്ട്, അതുപോലെ ആ സിംഗിൾ ഷോട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ കിട്ടിയാ ചെയ്യില്ലേ? പിന്നെന്താ ചെയ്യുമെന്ന് തീരുമാനിച്ച അത് ചെയ്യും. അതിന് ഭയങ്കര ഇതുപോലുള്ള ആഗ്രഹം കുറെ നാളായിട്ടുണ്ട് അത്. അപ്പൊ ഇങ്ങനെ മറ്റേ സൂര്യയുടെ ഒരു സാധനം ചെയ്യാൻ ആഗ്രഹം. ഏതായിരുന്നു? സുറലയപ്പെട്ടുണ്ടല്ലോ, ആ അത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അതിനകത്ത് സൂര്യപ്പെട്ട ഓക്കെ ഓക്കെ ഏത് സീനായിരുന്നു? അത് അച്ഛൻ മരിക്കുമ്പോഴുള്ള സീനുണ്ടല്ലോ, ആ വീട്ടിൽ ചെല്ലുന്നത്. ഓക്കെ ഓക്കെ ചെറിയൊരു സൂര്യയുടെ ലുക്ക് ഉണ്ടല്ലേ? സൂര്യയുടെ ഉണ്ണിമുഖത്തിന്റെ അല്ലേ? രാംചരൺ അത് ഞാൻ പറഞ്ഞപ്പോഴാ ഓർക്കുന്നത്. ദേ അവിടെ ചുമക്കുന്നു ഇവിടെ ഏറില്ല, നിന്ന് കയറിപ്പോകും. അപ്പൊ എന്നിട്ട് അങ്ങനെ അപ്പം ഇങ്ങനെ മാറ്റി വെക്കുന്ന കുറെ സാധനങ്ങളുണ്ടോ? അതായത് പിന്നെ എടുക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ വെച്ചിട്ട് ചെയ്യാതെ പോയതുണ്ട്. ഏറമൊക്കെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് 3 സെക്കൻഡ് എടുത്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ 3 സെക്കൻഡ് അതിൽ കൂടുതൽ എടുത്തായിരുന്നു. ചവിട്ട് സീൻ മാത്രം. അതെന്തുപറ്റി? പന്ത് അണഞ്ഞു പോയി. പന്തോ? അവന്മാരെല്ലാം കൂടെ പന്തൊക്കെ കത്തിച്ച് തോട്ടിന്റെ നടുക്കൊക്കെ പോയി നിൽക്കുകയായിരുന്നു. ആ ഷൂട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് പന്തം തോനെ പിടിച്ച് വെള്ളത്തിൽ ഇറങ്ങി ഇടയ്ക്ക് നിർത്തിയോ പന്തമായിട്ട്. അത് ശരിയായില്ല ചെയ്തത്. ഞങ്ങളെ ഉണ്ടാക്കിയെടുത്തതാ, സ്പോട്ടിലും റിജക്ട് ചെയ്തു അത് അവർക്ക്. കുളമായി. പിന്നെ ചെയ്യാന്ന് വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. അതൊന്ന് ബ്ലോക്ക് ചെയ്യുന്നു. അതേപോലെ ഡ്രോപ്പ് ആയ ഒരു വർക്ക് കൊറേ കഷ്ടപ്പെട്ടായിരുന്നു എല്ലാവരും. ഒത്തിരി ആളെ കള അല്ലാതെ ചെയ്തതാ. അത് പോസ്റ്റർ ഫൈറ്റ് ഒക്കെ ചെയ്ത് അതും പെട്ടിയിരിക്കുന്നത് കളയുടെ കളയുടെ അത് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇറക്കാനായിട്ട് പറ്റുന്നില്ല. അല്ലാതെ ചെയ്തിട്ടില്ല, അത് പോസ്റ്റർ എടുക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ ചുമ്മാ അതിന്റെ വേറെ ഫ്രണ്ട് ആയിരുന്നു ബിലാഷ് എന്ന് പറഞ്ഞാൽ. ഞാനല്ല കേട്ടോ. അപ്പൊ അവന് പോസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയി. തഴഞ്ഞു അല്ല, അന്ന് ഞങ്ങള് കമ്പനി ഇല്ല. ആവണിയുടെ ഡ്രീം പ്രോജക്റ്റ് ഏതാ? എനിക്ക് അങ്ങനെ ഡ്രീം പ്രോജക്റ്റ് ഒന്നും ഇല്ല. ഈ റീക്രിയേഷൻ ചെയ്ത് അപ്പം മറ്റുള്ളവരുടെ സ്കില്ല് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്റെയും ഷോർട്ട് ഫിലിം എന്തെങ്കിലും ചെയ്യണം, അതിലൂടെ നമ്മൾ ഒന്ന് രജിസ്റ്റർ ആയിട്ട് അതുവഴി നമുക്ക് ചാൻസസ് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ഫോർച്യൂൺ ആയിട്ട് കരുതുന്നു. അത്രേ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം. കിഷോർ ബ്രോയുടെ എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം, അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി മരിക്കാൻ വരെ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, എന്നാലും ഈ റീക്രിയേറ്റ് ചെയ്യണം തോന്നിയിട്ടുണ്ട് ഒരു ഐക്കോണിക് സീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും തോന്നിയിട്ടുള്ള ഇവനോട് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു പഞ്ചാബി ഹൗസിലെ ഒരു സീൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പാണ്ടിപ്പടയിലെ ഒരു സീൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഈ സീനാന്ന് പറയുന്നില്ല, ഏതെങ്കിലും തെണ്ടികൾ അങ്ങനെ ചെയ്താൽ. ഇനി മുമ്പോട്ട് സിനിമകളിൽ വന്ന് ഞങ്ങളെ ഞെട്ടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല പുതിയൊരു ടീം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. പുതിയ ടീം അല്ല, ഈ ടീം തന്നെ സിനിമയിലേക്ക് വീണ്ടും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊല്ലത്ത് കുറച്ച് ടീം കുറവാണ്. കൊല്ലത്ത് മാത്രമേ ഇനി ടീം, ഞാനും കൊല്ലത്ത് ഒരു ടീമിന് കുറവുണ്ട്. ഞങ്ങൾ കൊല്ലം ആലപ്പുഴ ബോർഡറാ. ഞാൻ ആവണിയൊക്കെ ആലപ്പുഴയില്ലേ, നിങ്ങൾ കൊല്ലമല്ലേ, കൊല്ലം ജില്ലയില്ലേ. ഞങ്ങളുടെ റോഡിനപ്പുറം കൊല്ലം ആലപ്പുഴ. അങ്ങനെ ഞങ്ങൾ കൊല്ലവും ആലപ്പുഴ അങ്ങനെ ഞങ്ങൾ ഓച്ചറ മാത്രമേ പരിഗണിക്കാറുള്ളൂ. ഞങ്ങൾ ഓണാട്ടുകര ടീമാണ്. ആലപ്പുഴ കോലപ്പുഴ ടീം. ഞാൻ പറഞ്ഞതിന് ചിരിച്ചു. ഇങ്ങനെയാണ് എന്നെ ഡിഗ്രേഡ് ചെയ്യുന്ന. ഇങ്ങനെ നമ്മൾ നല്ലത് എന്തെങ്കിലും ഐറ്റംസ് പറഞ്ഞ് ഇവർ അംഗീകരിക്കില്ല. നല്ലവണ്ണം പറഞ്ഞിട്ടില്ലേ കോലപ്പുഴ? എന്താ കോലപ്പുഴ? ചിലപ്പോ അങ്ങനെ വന്നുകൂടെ, ഇത് ചിലപ്പോ ട്രോളായിട്ട് ഇറങ്ങാം. അങ്ങനെങ്കിലും ഒന്ന് ഫേമസ്. ഞങ്ങൾ ഓച്ചറ അറിയപ്പെടാൻ ആഗ്രഹം. ഒച്ചറ എന്ന് പറഞ്ഞ നാടിനോട് ഭയങ്കര ഒച്ചറ എന്നൊരു ടീം വരണം. അപ്പൊ ഈ വർക്ക് കണ്ട് അത്യാവശ്യം ഓഡീഷനൊക്കെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ. ഈ വർക്ക് കാണുമ്പോൾ ഓഡീഷൻ വിളിക്കുന്നുണ്ട്. ഈ വർക്ക് കണ്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് വിളിക്കാറുണ്ട്? വിളിക്കാം, ഓഡീഷൻ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഒരു ഓഡീഷൻ കഴിഞ്ഞായിരുന്നു. ടീമിന്റെ പുതിയ പ്രോജക്റ്റ് ആണ്. ഓഡീഷൻ കഴിഞ്ഞിരിക്കുക, വിളി വന്നാൽ കൊള്ളായിരുന്നു. അപ്പൊ നിങ്ങളുടെ മറ്റുള്ള വലിയ പ്രോജക്റ്റുകളും കാര്യങ്ങളും എല്ലാം നടക്കട്ടെ. സിനിമയിലൊക്കെ ഉള്ള നിങ്ങളുടെ എൻട്രിയും പരിപാടികളും കുറച്ചും കൂടെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം മംഗളമായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്.